അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്, ലണ്ടൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഇപ്പോൾ വാക്സ് മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഓടിച്ചാടി എത്തി. ഇപ്പോൾ അതെ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഗൈസ് അങ്ങനെ വാക്സ് മ്യൂസിയത്തിൽ പോയപ്പോൾ നമ്മൾ കണ്ട നമ്മുടെ ദീപിക പഡ്മോൻ്റെ ഒരു ഇതാണ്. അതെ, പ്രിയങ്ക ചോപ്ര. ഗൈസ് നമ്മളങ്ങനെ റോക്കിനെയും കണ്ടിട്ടുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ടൈറ്റാനിക്കത്തെ ജാക്ക്. ഗൈസ് അങ്ങനെ ഞങ്ങളിതേ ഷാറുഖ് ഖാനെയും കണ്ടിട്ടുണ്ട്. ഇതേ ഇവിടെ എന്താ വെച്ചാൽ ഇവരെ എല്ലാവരും ഈ വാക്സിനിൽ അയക്കുന്ന എല്ലാം കറക്റ്റ് ഹൈറ്റും വെയിറ്റും എല്ലാം കറക്റ്റാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മുടെ സച്ചിൻ്റെ ഒക്കെ മുടി വരെ എത്ര പെർഫെക്റ്റ് ആയിട്ടാ ചെയ്തിരിക്കുന്നത്. അടിപൊളി. കണ്ട ശരിക്കും ഒരു നേരിട്ട് കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ ഈ ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്ന അതേ പക്ക അടിപൊളി. ഗൈസ് അങ്ങനെ അടുത്ത നമ്മളിതേ CR7 ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഇതാണുള്ളത്. ഇതെല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോ അത്രയ്ക്കും പെർഫെക്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല, ഏകദേശം ഒരു ഇതുണ്ട്. അതെ, ഇപ്പം നമുക്കിതേ ചാർലി ചാപ്ലിൻ ഉണ്ട് ഇവിടെ. എല്ലാവരും ദേ വരിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേ ടെർമിനേറ്ററിൻ്റെ ഉണ്ട്, ദേ എലിസബത്ത് രാജകുമാരി, എല്ലാവരും കൂടെ നമ്മുടെ ഡാനി കൃപ എല്ലാവരും ഉണ്ട്. കിങ് ചാൾസും കമീലയും ഫാമിലി ഒന്നിച്ച് അവിടെയുണ്ട് ഇവരുടെ. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാമറയിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് തരും, നമുക്കൊരു കാർഡ് തരും. അപ്പോൾ നമുക്ക് അത് പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് പോലെ അവർ ഫോട്ടോ എടുത്ത് തരും. ഇത് ഒബാമ ഡാനുടെയും അഞ്ജനയുടെയും അനുവിൻ്റെയും കൂടി ഉണ്ട്. ഗൈസ് അടുത്തത് ഞങ്ങളൊരു ഹൊററിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ട് ഇവിടെ. അപ്പോൾ അതെ അങ്ങോട്ട് ഞങ്ങൾ പോകുന്നത്. അതെ ഭയങ്കര മ്യൂസിക് കണ്ടാ, മ്യൂസിക്കൊക്കെ ഭയങ്കര. ഇത് ശരിക്കുള്ള കാരാണോ? വെടിവെച്ച് വന്ന് അനുവിനെ നോക്കുന്നു. Clip the lady's ears off. I'll keep my word. You ripped that! അത് ശരിക്കും വെള്ളം അവിടുന്ന് ഇതേ കുറെ തലകളൊക്കെ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്.
കഴിഞ്ഞു പോകുന്നുണ്ട് അല്ലേ ഗൈസ്. ഞങ്ങൾ ഇനി അങ്ങനെ ഒരു വേറൊരു ടാക്സി പോലത്തെ ഒരു സംഭവമാണ് ഇത്. അതിൽ കയറിയിരിക്കാൻ സ്പിരിറ്റ് ഓഫ് ലണ്ടനോ അങ്ങനെ എന്തോ കണ്ടേ. ഒരു കുഞ്ഞൊരു കാറ്, കേബിൾ കാറല്ല, സ്പിരിറ്റ് ഓഫ് ലണ്ടൻ. ഒരു കാറിൽ ഇങ്ങനെ പോവാ, 2 പേര് വെച്ച് 2-3 പേര് പറ്റും തോന്നുന്നു. അതിൽ പോവാണ്. വേറെ ഹിസ്റ്ററി ആണെന്ന് തോന്നുന്നു, മെയിനായിട്ട് ലണ്ടന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും. അപ്പം നമ്മൾ അങ്ങനെ ഒരു 4 കാറിലായിട്ട് കയറിയിട്ടുണ്ട്. ഗായ്സ്, ഇവിടുത്തെ ഇതിനുള്ളിലത്തെ ആ ഒരു പഴയ കാലത്തെ അതേ ഒരു അറ്റ്മോസ്ഫിയറാണ്. ആ സ്മെല്ലും ആ ഒരു എന്താ പറയാ എല്ലാം അത് ഒരുമാതിരി വൃത്തിയുടെ സ്മെല്ല്. നമുക്ക് കറക്റ്റ് മനസ്സിലാവും ആ പഴയ കാലത്തുള്ള ആ ഒരു സ്മെല്ലും കാര്യങ്ങളും. ഇതെവിടെ മരമൊക്കെ മുറിക്കുന്നു. ഈ കാലത്തുള്ള ആ സ്മെല്ല്, ആ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ. അയ്യോ ഇതാണ് നമ്മൾ വിന്റർ വണ്ടർലാൻഡും എല്ലോടും പോകുമ്പോൾ അവിടെ ഉണ്ടാവാറുള്ള ഒരു ഇതാണ് ഇത്. പക്ഷെ അവിടെ കുതിരയൊക്കെ ഇങ്ങനെ ചാടുന്ന പോലെയാണ് ഇതുപോലത്തെ സെറ്റപ്പ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. ഇത് നമ്മളിപ്പോൾ ലണ്ടനായിട്ട് എടുത്തൊരു സീ ലൈഫിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ 3 കൂടെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ലണ്ടനായും അവിടുത്തെ വാക്സ് മ്യൂസിയം പിന്നെ ലണ്ടനയിൽ കയറാൻ വേണ്ടിയിട്ടും സീ ലൈഫ്. ഇത് 3 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓൺലൈൻ ചെയ്യുമ്പോൾ ഇത്തിരി പൈസ കുറവുണ്ട്. അല്ലാതെ ചെയ്യുമ്പോൾ ഭയങ്കര. അപ്പോൾ ഒരാൾക്ക് 80 പൗണ്ടാണ് 3 കൂടി എടുക്കുമ്പോൾ ടിക്കറ്റിന്. അപ്പോൾ അതെ നമ്മളിവിടെയാണ് ഉള്ളത്. അപ്പോൾ സീ ലൈഫ് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇതുവരെ എവിടത്തെയും മീൻസ് UK വന്നിട്ട് സീ ലൈഫ് കണ്ടിട്ടില്ല. അപ്പോൾ അടിപൊളിയാവുമെന്ന് വിചാരിക്കാം. ഇതിൻ്റെ നമ്മൾ നടക്കുന്നതിൻ്റെ അടിയിൽ കൂടെയാണ് ഈ മീനൊക്കെ പോകുന്നത്. ഇത് കണ്ട
ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ സീ ലൈഫിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഇനി ലണ്ടനായി ശേഷം ഫുഡ് കഴിക്കാൻ പോയി. പോയി എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത്തെ നമ്മുടെ റൈഡല്ല മൂന്നാമത്തെ ഒരു കാണാനുള്ള ഒരു സ്പോട്ട്. അപ്പോൾ ലണ്ടനയിലാണ് മൂന്നാമത്തെ. നമ്മുടെ ബാക്കിലേ കാണുന്ന ആ പിങ്ക് കളറിൽ കാണുന്നതാണ് ലണ്ടനായി. അപ്പോൾ നമ്മളിനി അതിൽ കയറാൻ വേണ്ടി പോവാണ്. നമുക്ക് 6:30-ക്കാണ് ടൈം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 6:30 ആവാറായി. പക്ഷെ ഞങ്ങൾ ബാക്കി 2 ടൈം കഴിഞ്ഞിട്ടായിരുന്നു ചെന്നത്. രണ്ടിലും ടൈം നമ്മൾ ലേറ്റ് ആയിട്ട് കയറിയത്. പക്ഷെ 2 കയറാൻ ശ്രമിച്ചു. ഇങ്ങനെ ഇത്ര ടൈം ഇൻ്റർവെൽ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഇറങ്ങിയാൽ മതി. അപ്പോൾ നമ്മളിനി അതിൽ കയറാൻ വേണ്ടി പോവാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, അതാണ് ഒരു മടുപ്പുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ലണ്ടനായി. നമ്മൾ പോകുന്നത്. നമ്മൾ പേരൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന്. പക്ഷേ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. ലണ്ടൻ്റെ ഏകദേശം നല്ല ഏരിയയിൽ നല്ല നമ്മൾ കേബിൾ കാറിൽ കയറിയ പോലെ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുമെന്ന് വിചാരിക്കും. എത്ര വേണം? Tallest building in the UK. There are luxury apartments at the top of the Shard, which have been valued at tens of millions of pounds. You'd need a lot of pineapples to buy one of those.